കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക്, അതേപോലെ ഈ വാഹനങ്ങളുടെ ആപ്പുകൾക്ക്, അതായത് സവാരി ആപ്പുകളുണ്ടല്ലോ, ഓല, യൂബർ തുടങ്ങി അത്തരം ആപ്പുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു ദില്ലിയിൽ. ഈ പരിസരത്തേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് തടയാനും അവർക്ക് സഹായങ്ങൾ കൊണ്ടുവരുന്ന സംവിധാനങ്ങളെ ഒന്ന് പ്രതിരോധത്തിലാക്കാനുമാണ് സർക്കാരിന്റെ നീക്കം. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഫുഡ് ഡെലിവറി ആപ്പുകളെ നിയന്ത്രിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പാലോട് കൂടി ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് നിയന്ത്രണമില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. അവിടെയുള്ള മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ ബാക്കിയുള്ള നാട്ടിൽ കിടക്കുന്ന മനുഷ്യര് ടു എവരി വൺ എനിവെയർ ഇൻ ജന്തർ മന്ദർ എന്ന മേൽവിലാസത്തിൽ അയച്ചു കൊടുക്കുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണം അയച്ചു കൊടുക്കുന്നതിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്ന മട്ടിലാണ് ഇന്നലെ വാർത്തകൾ പ്രചരിച്ചത്. അതേപോലെ മറ്റു ചില ആപ്പുകൾക്ക്, ട്രാവൽ ആപ്പുകൾക്കൊക്കെ അവിടെ നിയന്ത്രണമുണ്ട് എന്ന വിവരവും വന്നിരുന്നു. ഇതിനിടയിൽ ജന്തർ മന്ദറിൽ നിന്നുള്ള കാഴ്ചകൾ കൂടി നമുക്കൊന്ന് കാണണം. ആദ്യം നമുക്ക് ജന്തർ മന്ദറിലേക്കൊന്ന് പോകാം. അവിടെ ആദിൽ പാലോട് അവിടെയുള്ള വിദ്യാർത്ഥികളുമായിട്ട് അല്പസമയം സംസാരിച്ചിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിക്കണം, ജന്തർ മന്ദറിൽ നിന്ന് നേരിട്ട് ലൈവ് നൽകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ് പലയിടങ്ങളിലും. അപ്പോൾ ചില സ്ഥലങ്ങളിലേക്ക് മാറി നിന്നാൽ മാത്രമേ അവിടെ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടൂ, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. അത്തരത്തിലുള്ള വളരെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അപ്പോൾ അനുഭാവപൂർവ്വമായ ചർച്ച എന്നൊക്കെ പറഞ്ഞാലും പരമാവധി സമരത്തെ അടിച്ചൊതുക്കാൻ നോക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ, സമ്മർദ്ദം ചെലുത്തി. ആദിൽ പാലോട് ജന്തർ മന്ദറിൽ പോയിരുന്നു അല്പസമയം മുമ്പ്. അവിടെ കണ്ട കാഴ്ചകൾ ഒന്ന് ആദിൽ വിശദീകരിക്കും. ദില്ലി ജന്തർ മന്ദറിൽ രാവിലെ 7 മണിക്ക് തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് CJP സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ചർച്ച വീണ്ടും നടക്കുന്നു. മൂന്നാമത്തെ ചർച്ചയാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട കേന്ദ്രമന്ത്രിമാർ JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് CJP വക്താക്കളുമായി ഇന്നലെ ചർച്ച നടത്തിയത്. ചർച്ചയിൽ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ അംഗീകരിച്ചു. അതിലൊന്ന്, വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യ ചെയ്തവർക്ക് കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള നഷ്ടപരിഹാരം നൽകാം എന്നുള്ളതായിരുന്നു. രണ്ടാമത്തേത്, പാർലമെന്റ് പ്രതിഷേധത്തിൽ കേസെടുക്കില്ല, കേസുമായി മുന്നോട്ട് പോകില്ല എന്നത്. ഏതായാലും സമരം ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളത് ആവശ്യമായി കഴിഞ്ഞ ദിവസം മുന്നിൽ വെച്ചു. അത് പറയാനായി 1 ദിവസത്തെ സമയം കേന്ദ്ര മന്ത്രിമാർ ചോദിച്ചു. ഇപ്പോൾ ഇന്നതിൽ ഒരു തീരുമാനമുണ്ടാകും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലെങ്കിൽ ഒരു തരത്തിലും ചർച്ച മുന്നോട്ട് പോകില്ല എന്നാണ് ഈ ഘട്ടത്തിൽ CJP വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരു മലയാളി സുഹൃത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് സമരത്തിലേക്ക് വരാനുള്ള കാരണം? എല്ലാവരും ഒരുപോലെ ബാധിക്കുന്ന വിഷയമല്ലേ. ഞാനും ഇതേപോലെ എൻട്രൻസ് ക്രാക്ക് ചെയ്തിട്ട് പഠിക്കാൻ വന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവരും ഒരുപോലെ ബാധിക്കുന്നൊരു വിഷയം. അതിന് ഇത്രയും അധികം ആൾക്കാർ ഒത്തുവിടുമ്പോൾ നമ്മൾ വന്നില്ലേ മോശമല്ലേ. അതിനുവേണ്ടി ഐക്യദാർഢ്യം അറിയിക്കാനും വേണ്ടി വന്നതാണ്. മലയാളികൾ ഒരുപാടുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ളവരുണ്ടെങ്കിൽ എന്തായാലും വരണം, എന്തായാലും പങ്കെടുക്കണം. ഈ സമരം എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്? അത് റെസിഗ്നേഷനിലൂടെ അതിലേറെ എന്താ പറയുക, അക്കൗണ്ടബിലിറ്റി എന്നുള്ള ഫാക്ടർ കൂടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സമരം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ബിലീഫോട് കൂടിയാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ റെസിഗ്നേഷനോട് കൂടി അത് ചിലർ പറയും മാറ്റങ്ങളൊന്നും കൊണ്ടുവരില്ല എന്നുള്ളത്. പക്ഷേ അക്കൗണ്ടബിലിറ്റി ഫാക്ടർ എന്തായാലും വർദ്ധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും, റിഫോംസും വരട്ടെ. അതാണ്, കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നതാണ്. നിലവിൽ ജന്തർ മന്ദറിൽ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച 7 മണി സമയത്താണ് ഈ വിധത്തിൽ ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അരുൺ, ഓക്കെ.